ഒരു 5 മണിക്ക് ശേഷം പേടിച്ചിരിക്കുന്ന ഒരമ്മയാണ് ഞങ്ങൾ 3 മക്കളും കണ്ടു വളർന്നത് അങ്ങനെ. അത് കണ്ടത് മുതൽ തന്നെ എനിക്ക് വൈരാഗ്യം തോന്നി അപ്പനോട്. അപ്പോൾ ഞാൻ കുഞ്ഞായിരുന്നുകൊണ്ട് തന്നെ ഈ വൈരാഗ്യം എൻ്റെ ഉള്ളിൽ ഞാൻ വലുതാവും തോറും അത് വളർന്നു വന്നുകൊണ്ടിരുന്നു. അപ്പോൾ അപ്പനെ തടുക്കാനുള്ളൊരു ബലം എൻ്റെ ശരീരത്തിന് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കയറി ഇടിച്ചു. എന്നെ നിയന്ത്രിക്കാൻ ആരും തന്നെ ഇല്ല. ഇടി വിട്ടുപോയി ഞാൻ ഒരുപാട് അഡിക്ഷനിൽ ചെന്നപ്പെട്ടു. ഒരു ദിവസം പോലും എനിക്ക് പച്ചയ്ക്ക് ഇരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അമ്മയ്ക്ക് എന്നെ ചെറിയൊരു പേടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മ ഒന്നും മിണ്ടിയിരുന്നില്ല. ഒരു ആൺകൊച്ചിൻ്റെ ജീവിതത്തിൽ വരുന്നൊരു സാധനം എൻ്റെ ജീവിതത്തിലും വന്നു. എനിക്കൊരു ചെറിയൊരു റിലേഷൻ, ഒരു പ്രണയം ഉണ്ടായി. അങ്ങനെ ഒരു ദിവസം ഞാൻ മദ്യപിച്ച് വന്ന് എൻ്റെ മുറി കയറി. അങ്ങനെ ഞാൻ സൂയിസൈഡ് ഞാനൊരു വട്ടം ശ്രമിച്ചു. ആ ഇറത്തടിച്ച സമയത്ത് ഞാൻ കണ്ടത് ഞാനൊരു രൂപമാണ് ഞാൻ കണ്ടത്. ശരിക്കും ഞാൻ ആ രൂപത്തിന് മുമ്പിൽ ഞാൻ കാർക്കിച്ച് തുപ്പി. ഈ തുപ്പിയിട്ടാണ് ഞാൻ ഡിവൈനിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ഞാൻ ആ സമയത്ത് എൻ്റെ മരണം ഞാൻ ഉറപ്പിച്ചു. വേറൊരു പടവ് കയറാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അത് ഒന്ന് ഇവിടെ വെളിപ്പെടുത്താം. ജയ വൈബ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. റിയാലിറ്റി ഷോകളിലൂടെയും വിവിധ സ്റ്റേജ് പ്രോഗ്രാമിലൂടെയും പ്രസിദ്ധനായ ക്രിസ്റ്റി എന്ന ഒരു യുവാവിൻ്റെ ജീവിത അനുഭവങ്ങളാണ് ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമ്മൾ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഇന്ന് ക്രിസ്റ്റിയുടെ വിശേഷത്തിലേക്കാണ് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. അപ്പോൾ ക്രിസ്റ്റിയുടെ വിശേഷങ്ങൾ എവിടെ നിന്ന് നമുക്ക് തുടങ്ങണ്ടേ? ഞങ്ങൾക്കറിയാവുന്ന ക്രിസ്റ്റി എന്ന് പറയുന്നത് ഓഗസ്റ്റ് 2022 തുടങ്ങിയുള്ള ക്രിസ്റ്റീനെ ഞങ്ങൾക്കറിയാവുന്നത്. ആഹാ. അപ്പോൾ 2022 മുന്നേ ഒരു ക്രിസ്റ്റി ഉണ്ടായിരുന്നോ? 2022 മുമ്പുള്ളൊരു ക്രിസ്റ്റി ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ യഥാർത്ഥ സ്ഥലം തിരുവല്ലോമല എന്ന് പറയുന്ന സ്ഥലമാണ്, തൃശ്ശൂർ പാലക്കാട് ബോർഡർ. ഞാൻ ഇവിടെ വന്നിട്ടൊരു 3 വർഷമായിട്ടുള്ളൂ. എൻ്റെ വീട്ടിൽ അപ്പച്ചൻ, അമ്മ, പിന്നെ എനിക്ക് 2 അനുജത്തിമാരാണ്. ചെറിയൊരു ഫാമിലിയാണ്. ഇതിപ്പോൾ എങ്ങനെ തുടങ്ങേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പകാലത്തിലേക്ക്. ഓക്കെ. അപ്പോൾ വീട്ടിൽ ഓൾറെഡി അപ്പനും അമ്മയും ഉള്ള കാര്യം തന്നെ ഞങ്ങളധികം അങ്ങനെ ബുദ്ധിമുട്ടൊന്നും അറിയാതാണ് വളർന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും അപ്പൻ ചെറിയ രീതിയിലൊക്കെ മദ്യപിക്കും. ചെറുതല്ല, കുറച്ചധികം വലിയ രീതിയിലും മദ്യപിക്കും. ഈ മദ്യപാനം പോലെ തന്നെ സ്വാഭാവികമായിട്ട് എല്ലാ കുടുംബത്തിലും ഇഷ്യൂസ് ഉണ്ടാവും. അതുപോലെ തന്നെ എൻ്റെ കുടുംബത്തിലും ഇഷ്യൂസ് ഉണ്ടായി. പക്ഷേ ഇത് കുറച്ച് കൂടി ഇഷ്യൂസ് ആയിരുന്നു. അപ്പോൾ അപ്പൻ എല്ലാ ദിവസവും ഇതുപോലെ മദ്യപിച്ച് വരും. അപ്പോൾ എൻ്റെ ചെറുപ്പ കാലഘട്ടങ്ങളിലൊക്കെ ഞാൻ കാണുന്നത് എല്ലാ ദിവസവും ഒരു 5 മണിക്ക് ശേഷം പേടിച്ചിരിക്കുന്ന ഒരമ്മയാണ് ഞങ്ങൾ 3 മക്കളും കണ്ടു വളർന്നത് അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വൈകുന്നേര സമയങ്ങളിൽ ഞങ്ങൾക്ക് ഇപ്പോഴും പേടിയുള്ള സമയമാണ്. അപ്പൻ എല്ലാ ദിവസവും മദ്യപിച്ചെത്തും. ചിലപ്പോൾ കൂട്ടുകാരൊക്കെ ആയിരിക്കും കൊണ്ടുവന്ന് ഒക്കെ, ചിലപ്പോൾ നടക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയിലൊക്കെ ആയിരിക്കും അപ്പൻ വന്നിരുന്നത്. വന്നു കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ പിന്നെ തെറിയായി, പിന്നെ ഒച്ചപ്പാടായി. ചിലപ്പോൾ ആ ചെറുപ്പ കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ടല്ലോ അമ്മേനെ തല്ലിയിരുന്നു അപ്പൻ. അപ്പോൾ ഇത് കണ്ട് വളർന്ന് ഞാൻ അങ്ങനെ കണ്ട് വളർന്നുകൊണ്ട് തന്നെ അപ്പനോട് ചെറിയ രീതിയിലുള്ളൊരു ഇഷ്ടക്കുറവുണ്ടായിരുന്നു. അപ്പോൾ അതിനിടയിലാണ് പ്രത്യേകിച്ച് ഒരു വ്യക്തിയുടെ ഒരു കടന്നുവരവ് മൂലം ചെറിയൊരു പ്രശ്നം ഉണ്ടായി. ചെറുതല്ല, അത്യാവശ്യം വലിയൊരു പ്രശ്നം ഉണ്ടായി. വേറൊരു വ്യക്തി വീട്ടിലേക്ക് വന്ന് പ്രശ്നം ഉണ്ടാക്കി അപ്പനോ. പക്ഷെ അത് അപ്പൻ തടയാമായിരുന്നു. പക്ഷെ അപ്പനത് മനഃപൂർവ്വം തടയാതെ മാറി നിന്ന് കാരണം കൊണ്ട് ഞാനത് കണ്ടായിരുന്നു. അത് കണ്ടത് മുതൽ തന്നെ എനിക്ക് വൈരാഗ്യം തോന്നി അപ്പനോട്. അപ്പം ഞാൻ കുഞ്ഞായിരുന്നുകൊണ്ട് തന്നെ ഈ വൈരാഗ്യം എൻ്റെ ഉള്ളിൽ ഞാൻ വലുതാവും തോറും അത് വളർന്നു വന്നുകൊണ്ടിരുന്നു. ഞാനൊന്ന് വലുതായി കിട്ടാൻ വേണ്ടി ശരിക്കും ഞാൻ ആഗ്രഹിച്ച് നടന്ന കാലഘട്ടങ്ങളാണ് അതൊക്കെ. കാരണം തിരിച്ച് പ്രതികാരം ചെയ്യാനായിട്ട് അപ്പൻ എന്നെയും അതുപോലെ തന്നെ പെങ്ങന്മാരെയും അപ്പനൊക്കെ ചീത്ത പറയും, തെറി വിളിക്കായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഞാനൊന്നൊരു 10 കഴിഞ്ഞ സ്ഥിതിക്ക് ഇത് സ്വാഭാവികമായിട്ട് അപ്പൻ്റെ ദിവസം അതുപോലെ മദ്യപിച്ച് വന്ന് വീട്ടിൽ ഭയങ്കര ഇഷ്യൂ ആയി, ഭയങ്കര ബഹളമായപ്പോൾ അന്ന് അമ്മയെ തല്ലാൻ കൈ നോക്കിയപ്പോൾ ഞാൻ ആദ്യമായിട്ട് കയറി ഞാൻ തടുത്തു. അന്ന് എനിക്ക് തോന്നി ഞാൻ ഇത്തിരി വലുതായി. അപ്പോൾ അപ്പനെ തടുക്കാനുള്ളൊരു ബലം എൻ്റെ ശരീരത്തിന് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കയറി ഇടിച്ചു. കാരണം കുറേ കാലം ഉള്ളിൽ വെച്ചിരുന്ന ആ ഒരു ദേഷ്യവും വൈരാഗ്യമൊക്കെ ഞാൻ ആ ഒരു സമയത്ത് പുറത്തെടുത്തു. അന്ന് തുടങ്ങി അപ്പൻ അമ്മേനെ തല്ലൽ നിർത്തി, എന്നെ ഇടി പേടിച്ച് തല്ലൽ നിർത്തി. പിന്നീട് അങ്ങോട്ട് കുടിച്ച് വന്നാലും തെറി പറയരുത്. പക്ഷെ ഞാനുള്ള സമയത്ത് അപ്പൻ മിണ്ടുമൊന്നുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്നെ നിയന്ത്രിക്കാൻ അപ്പനില്ല, അമ്മ ഒരു സാധുവാണ്. അപ്പോൾ 2 പേർക്കും എന്നെ നിയന്ത്രിക്കാനായിട്ട് പറ്റിയില്ല.
അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ ഫീൽഡ് എന്ന് പറയുന്നത് ജോലി എന്ന് പറയുന്നത് ഡാൻസിൻ്റെ ഫീൽഡായിരുന്നു. ഞാൻ എറണാകുളത്തെ ആലുവയിലുള്ള ഒരു ഹെവൻലി 7 എന്ന് പറയുന്ന ഒരു ഡാൻസ് കമ്പനിയിലായിരുന്നു അസിസ്റ്റൻറ്റ് കൊറിയോഗ്രാഫറായിട്ടും. പിന്നെ അതുപോലെ തന്നെ കോമഡി ഉത്സവം, അങ്ങനെ നിരവധി റിയാലിറ്റി ഷോകളിലൂടെയൊക്കെ അങ്ങനെയൊക്കെ പ്രോഗ്രാം ചെയ്ത് അടിച്ചു പൊളിച്ച് നടന്ന ഒരു സമയമായിരുന്നു എൻ്റെത്. അപ്പോൾ എന്നെ നിയന്ത്രിക്കാൻ ആരും തന്നെ ഇല്ല. പിന്നെ ഞാൻ എറണാകുളത്താണ്. ചെറുപ്രായത്തിൽ തന്നെ എനിക്ക് അത്യാവശ്യം മോശമില്ലാത്ത രീതിയിലൊക്കെ ഇൻകം വന്നു തുടങ്ങിയപ്പോൾ പിന്നെ എൻ്റെ കൂട്ടുകെട്ടും അതുപോലെയായിരുന്നു. ഡാൻസ് സ്കൂൾ ടൈം തൊട്ട് തന്നെ എൻ്റെ കൂട്ടുകെട്ട് അങ്ങനെയായിരുന്നു. അതുകൊണ്ട് തന്നെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തുടങ്ങി ഞാൻ ചെറിയ അഡിക്ഷൻസ് എനിക്ക് കിട്ടിത്തുടങ്ങിയായിരുന്നു. എൻ്റെ കൂട്ടുകാരിൽ നിന്ന് കിട്ടി. ഞാൻ ഒന്നും ഉപയോഗിക്കില്ലായിരുന്നു, പക്ഷേ ഒരു രസത്തിന് ഉപയോഗിച്ച് തുടങ്ങിയതാണ്. ഉപയോഗിച്ച് തുടങ്ങി അത് പിന്നെ വലുതായി. ചെറുതിൽ നിന്ന് വലുതിലേക്ക് മാറി, വലുതിൽ നിന്ന് അതിൻ്റെ വലുതിലേക്ക് മാറി. അങ്ങനെ ഞാൻ ഏകദേശം ഒരു 4-5 കൊല്ലം കൊണ്ട് ഈ ഫീൽഡിൽ വന്ന് കുറച്ച് ക്ലച്ച് പിടിച്ച് വന്നപ്പോഴത്തേനും എനിക്ക് നല്ല രീതിയിലുള്ള ഒരു അഡിക്ഷൻ കിട്ടി. പിന്നെ കൈ നിറയെ കാശുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ എന്നെ ഓൾമോസ്റ്റ് എൻ്റെ നാട്ടിൽ എല്ലാവരും നന്നായിട്ട് തന്നെ അറിയും. പിന്നെ അതുപോലെ പുറത്തും അത്യാവശ്യം ഞാൻ നല്ലൊരു ഡാൻസറാണ്. പിന്നെ ഞാൻ കളിച്ചിരുന്ന ഡാൻസ് എന്ന് പറയുകയാണെങ്കിൽ സാധാ ഡാൻസ് അല്ലായിരുന്നു, ഏരിയൽ ആക്ട്, ഇപ്പോൾ ഡാൻസിലൊക്കെ ഞാൻ കാരണം എൻ്റെ ആശാൻ എന്നെ കൂടുതൽ പഠിപ്പിച്ച് അതായിരുന്നു. വിപിൻ എന്നാണ് ആളുടെ പേര്. അപ്പോൾ എൻ്റെ സ്കില്ല് ആൾക്കറിയാം. എൻ്റെ സ്കില്ല് ആൾക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ എൻ്റെ സ്കില്ലിനനുസരിച്ചാണ് പുള്ളി എന്നെ വളർത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ വളരെ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് തന്നെ ഞാൻ ശരിക്കും പോപ്പുലറായി. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തൊക്കെ തുടങ്ങിയപ്പോൾ എൻ്റെ പേയ്മെൻറ്റ് കൂടി. അപ്പോൾ അങ്ങനെ ആർത്തുല്ലസിച്ച് നടന്ന ഒരു യുവത്വത്തിൽ ഞാൻ വിട്ടുപോയി. എൻ്റെ കയ്യിൽ നിന്ന് ശരിക്കും പിടിവിട്ടുപോയി. ഞാൻ ഒരുപാട് അഡിക്ഷനിൽ ചെന്ന് ഒരു ദിവസം പോലും എനിക്ക് പച്ചക്ക് ഇരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഒന്നല്ലെങ്കിൽ ഒന്ന് എനിക്ക് എപ്പോഴും എൻ്റെ കയ്യിലൊക്കെ വേണം. കോവിഡ് വന്ന സമയത്തൊക്കെ ശരിക്കും ബുദ്ധിമുട്ടിയിരുന്നെങ്കിലും പണമുള്ളതിൻ്റെ പേരിൽ എനിക്ക് അതിന് വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ട് വന്നിട്ടില്ല. പക്ഷേ അങ്ങനെ പോയിരുന്നെങ്കിൽ എൻ്റെ വീട്ടിലറിയാം ഞാൻ മദ്യപിക്കുമായിരുന്നു. ഞാൻ മദ്യപിച്ചൊക്കെ തിരിച്ച് വീട്ടിൽ കയറി ചെല്ലും. അതുപോലെ തന്നെ ഞാൻ ഉപയോഗിക്കുന്ന പല സാധനങ്ങളും എൻ്റെ വീട്ടുകാർക്കറിയാം. പക്ഷേ അപ്പനൊന്നും മിണ്ടില്ല. അമ്മയാണെങ്കിൽ ഞാൻ ഒന്ന് പറഞ്ഞ് രണ്ടാമതിന് വേഗം ഷൗട്ട് ചെയ്താൽ ചിലപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് പോലും എനിക്കറിയില്ല. ചിലപ്പോൾ കൈ കിട്ടി തീർത്തെറിയും, ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും കിട്ടി തല്ലടിച്ച് പൊട്ടിക്കും. അപ്പോൾ ഈ വയലൻസ് അമ്മ കാണുന്നതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് എന്നെ ചെറിയൊരു പേടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മ ഒന്നും മിണ്ടിയിരുന്നില്ല. പകരം അമ്മ പ്രാർത്ഥിക്കുമായിരുന്നു. കാരണം കിട്ടിയ ജീവിത പങ്കാളി ഇങ്ങനെ ആകെ ഉണ്ടായിരുന്ന ഒരു പ്രതീക്ഷ എന്നിലാണ്. ഞാനും ഇതുപോലെ തന്നെ ഫീൽഡിൽ വന്നപ്പോൾ അപ്പൻ്റെ അതേ പാത പിന്തുടർന്ന് തുടങ്ങിയപ്പോൾ സ്വാഭാവികമായിട്ടും അമ്മയ്ക്ക് പേടിയായി തുടങ്ങി. പക്ഷേ എൻ്റെ വയലൻസ് കാരണം അമ്മ അതൊന്നും മിണ്ടിയിരുന്നില്ല. അങ്ങനെ സ്വാഭാവികമായിട്ട് ഇങ്ങനെ അടിച്ചു പൊളിച്ച് എൻ്റെ ജീവിതം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ആൺകൊച്ചിൻ്റെ ജീവിതത്തിൽ വരുന്നൊരു സാധനം എൻ്റെ ജീവിതത്തിലും വന്നു. എനിക്കൊരു ചെറിയൊരു റിലേഷൻ, ഒരു പ്രണയം ഉണ്ടായി. അത് നിങ്ങൾക്ക് വല്ല വിവരമുണ്ടോ? ചെറുതായിട്ടൊക്കെ അറിയാം, ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് വളരെ അടുത്തുള്ളൊരു എന്താ പറയുക, ഭയങ്കര സീരിയസ് ആയിരുന്നു. അപ്പോൾ ഞാൻ വളർന്നു വന്ന ജീവിത രീതിയിൽ കൂടി തന്നെയാണ് ആ കുട്ടി വളർന്നു വന്നത്. ഞാൻ എൻ്റെ അപ്പൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടാതെ പോയ സ്നേഹം അത് ആ കുട്ടിക്കും കിട്ടിയിട്ടില്ല. ഞാൻ എങ്ങനെയാണോ വളർന്നു വന്നത് അതുപോലെ തന്നെയാണ് ആ പെൺകുട്ടിയും വളർന്നു വന്നത് എന്ന് ഞങ്ങൾക്ക് പരസ്പരം മനസ്സിലാവുന്നത്. ഞങ്ങൾ വേഗത്തിൽ തന്നെ അടുത്തു പരസ്പരം മനസ്സിലാക്കാൻ പറ്റി. അങ്ങനെ സീരിയസ് ഷെയറിംഗ് ഒക്കെ തുടങ്ങി. ഭയങ്കരമായിട്ട് ഷെയർ ചെയ്യായിരുന്നു. എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു. ഒരുപാട് കാര്യങ്ങളിൽ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെയൊക്കെ പോയി. പക്ഷേ അവസ്ഥ കൊണ്ടായിരിക്കാം കുറച്ച് കാലം അത് പോയി, അങ്ങനെ പോയി. പക്ഷേ എനിക്കത് വളരെ സീരിയസ് ആയിട്ടൊരു ഇതായിരുന്നു. പക്ഷേ കുട്ടിയുടെ ജീവിതാവസ്ഥ കൊണ്ടായിരിക്കാം ഒരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ കാണുന്നത്, അതായത് ആ കുട്ടിയുടെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റാറ്റസാണ്. യാത്ര പറഞ്ഞു പോകുന്ന ഒരു സാധനം. ആൾ UAE അങ്ങോട്ട് പോയി. അപ്പോൾ യാത്ര പറഞ്ഞു പോകുന്ന ഒരു സംഭവമാണ് ഞാൻ ആദ്യം കണ്ടത്. അപ്പോൾ ഞാനത് അന്വേഷിച്ചപ്പോൾ ഓൾറെഡി ആ കുട്ടിയുടെ വീട്ടിൽ ഈ റിലേഷൻ അറിയായിരുന്നു. ആ കുട്ടിയുടെ അമ്മ എനിക്ക് തോന്നുന്നു ഒരു മഠത്തിൽ സിസ്റ്റേഴ്സിൻ്റെ ഒക്കെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനും അച്ഛന്മാരുടെയൊക്കെ അങ്ങനെയൊക്കെ ചെറിയ ചെറിയ ജോലികളായിരുന്നു. അപ്പോൾ എന്നെക്കുറിച്ച് അറിഞ്ഞപ്പോൾ എൻ്റെ നാട്ടിലേക്ക് ആ സിസ്റ്റേഴ്സ് മുഖേന അവർ കോൺടാക്ട് ചെയ്തപ്പോൾ നല്ല പേരുണ്ട്, വളരെ നല്ല പേര് കേട്ടോണ്ട് തന്നെ എല്ലാം വളരെ ഷടപടേന്നായിരുന്നു. അപ്പോൾ അങ്ങനെ, പക്ഷെ ആ കുട്ടി പറഞ്ഞില്ല. എനിക്ക് അത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ എനിക്ക് ഉണ്ടാകുന്ന വിഷമത്തെക്കുറിച്ചൊക്കെ ആലോചിച്ചുകൊണ്ടൊക്കെ ആയിരിക്കും ആൾ പറഞ്ഞില്ല അത്. അങ്ങനെ ഞാൻ ആ ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഈ കുട്ടിയുടെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഞാൻ കണ്ടു. പക്ഷെ അവിടെ ഞാൻ സ്റ്റക്കായി നിന്ന് പോയി. വലിയ ഒരുപാട് വിളിക്കാൻ ട്രൈ ചെയ്തു, പക്ഷെ കിട്ടിയില്ല. ഫ്ലൈറ്റിലായതുകൊണ്ട് ഫ്ലൈറ്റ് മോഡായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ പോയി. അതായിരുന്നു എനിക്ക് വല്ലാത്തൊരു ഷോക്കായി അത്. പിന്നീട് എനിക്ക് ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ ആയി. പിന്നീട് അത് എങ്ങനെ പറയുക, ടെൻഷനായി. ടെൻഷനല്ല, വേറൊരു വിഭ്രാന്തി പോലെയൊക്കെ ആയി. പിന്നെ എനിക്ക് ഉറങ്ങാൻ പറ്റാതൊക്കെ ആയപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് മദ്യത്തിലായിരുന്നു എൻ്റെ ഒരു ആശ്രയം. കാരണം കുറച്ചധികം കുടിച്ചു കഴിഞ്ഞാൽ ബോധമില്ലാതെ വന്ന് കിടന്നുറങ്ങാമല്ലോ. പിന്നെ വെള്ളത്തിൽ നീന്തി തുടങ്ങി. പിന്നെ ഒരു 3-4 മാസം വെള്ളത്തിൽ തന്നെയായിരുന്നു, നീരാട്ടമായിരുന്നു. അങ്ങനെ വെള്ളത്തിലുള്ള നീരാട്ടിന് ശേഷം ഒരു 2-3 മാസമൊക്കെ അങ്ങനെ പോയിട്ടാണ്. അങ്ങനെ പോയി അവസാനം കയ്യിലുള്ള പൈസയും തീർന്നു തുടങ്ങി. പിന്നെ ഞാൻ കടം വാങ്ങിച്ച് കുടിച്ചു തുടങ്ങി. പക്ഷെ അങ്ങനെ വന്നപ്പോഴേ എല്ലാ ദിവസവും ഇങ്ങനെ മദ്യപിച്ച് വരുന്നത് കണ്ടപ്പോൾ അമ്മയ്ക്ക് വിഷമമായി.
വിഷമമായി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അമ്മ എൻ്റെ നല്ലതിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്ന അമ്മേ. പക്ഷേ എൻ്റെ ഈ പോക്ക് കണ്ടപ്പോൾ അമ്മയ്ക്ക് ആകെ സങ്കടമായി. അപ്പോൾ അമ്മ അന്ന് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയാണ്, ഇതുപോലൊരു മകനെ എനിക്ക് വേണ്ട, പകരം നിന്നെ അറിയുന്ന നിനക്ക് വേണ്ടി ജീവിക്കുന്നൊരു മകനെ. അതായിരുന്നു അമ്മയുടെ പ്രാർത്ഥന. പക്ഷെ അന്ന് ആ പ്രാർത്ഥന എത്തിച്ച് കുറച്ച് സ്ട്രോങ് ആയി പോയി എന്ന് തോന്നണേ. കാരണം ഇങ്ങനെയൊക്കെ വന്ന സമയത്തുണ്ടല്ലോ എനിക്ക് സ്വാഭാവികമായിട്ട് ഉറങ്ങാൻ പറ്റാതായി, നീരാട്ട് എനിക്ക് എൻ്റെ കൺട്രോൾ മൊത്തത്തിൽ എൻ്റെ കയ്യിൽ നിന്ന് പോയി. അങ്ങനെ ഒരു ദിവസം എനിക്കിനി പിന്നെ അതിനിടയിൽ എൻ്റെ ജോലി ഞാൻ നിർത്തി കളഞ്ഞു. എനിക്ക് പറ്റാണ്ടായപ്പോഴും മറ്റു പല കാരണങ്ങളൊക്കെ ആയപ്പോൾ ഞാൻ നിർത്തി കളഞ്ഞു. പിന്നെ എനിക്ക് ജോലിയൊന്നുമില്ല, എനിക്കൊന്നുമില്ല. അങ്ങനെ ഈ ഒരു സമയത്ത് എത്തിയപ്പോൾ അവസാനം കൊണ്ട് എനിക്കിത് കുടിച്ചിട്ടും ഈ വിഷമം പുറത്തുനിന്ന് എൻ്റെ ഉള്ളിൽ നിന്ന് പോകാത്തൊരവസ്ഥയും. സ്വാഭാവികമായിട്ടും ഒരു യുവാവ് എന്ത് ചിന്തിക്കും അതേപോലെ തന്നെ ഞാൻ ചിന്തിച്ചു. സൂയിസൈഡിൻ്റെ വക്കിലെത്തി. കാരണം എനിക്കത് ചെയ്യാതെ ഇനി വേറെ നിവർത്തിയില്ല. അതുപോലെ ആത്മഹത്യയുടെ വക്കിലായിരുന്നു ഞാൻ. അങ്ങനെ ഒരു ദിവസം ഞാൻ മദ്യപിച്ച് വന്ന് എൻ്റെ മുറി കയറി. അങ്ങനെ ഞാൻ സൂയിസൈഡ് ഞാനൊരു വട്ടം ശ്രമിച്ചു. അപ്പോൾ ഈ ഒരു വട്ടം ശ്രമിക്കാമെന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ വെയിൻ കട്ട് ചെയ്യാനാണ് നോക്കിയത്. അപ്പോൾ ആദ്യം കട്ട് ചെയ്യാൻ നോക്കിയപ്പോൾ തെന്നിപ്പോയായിരുന്നു. രണ്ടാമത് കട്ട് ചെയ്യാൻ നോക്കിയപ്പോൾ ഒരു അനുഭവം പറ്റുംപുറത്തായതുകൊണ്ട് തന്നെ പോരാത്തതിന് ഒരു 12-1 മണി സമയം ഈ മഞ്ഞവെട്ടം, 0 ബൾബിൻ്റെ മഞ്ഞവെട്ടം മൊത്തത്തിലൊന്ന് കാണാൻ പറ്റണ്ടേ. പിന്നെ ഈ ഞരമ്പ് കട്ട് ചെയ്താൽ വേഗം മരിക്കുന്നത് ഗൂഗിളിലെ ചേച്ചിയാണ് എനിക്ക് പറഞ്ഞത്. അപ്പോൾ ഞാൻ ആ ചേച്ചി വിശ്വസിക്കാൻ പാടില്ലായിരുന്നു, എന്നാലും വിശ്വസിച്ചു. പക്ഷേ കട്ട് ചെയ്തു. പക്ഷേ അത് തെന്നിപ്പോയി. രണ്ടാമത് അറ്റംപ്റ്റിന് ശ്രമിച്ചപ്പോൾ ഒരു പ്രത്യേകമായിട്ടൊരു അനുഭവം ഉണ്ടായെന്ന് പറയുകയാണെങ്കിൽ ഒരു എർത്തടിക്കുന്നൊരു ഫീല്, ഒരു എർത്ത് വന്ന് എൻ്റെ തലക്കടിച്ച് ഞാൻ വീണുപോയി. കുറച്ച് നേരം കഴിയുമ്പോൾ എൻ്റെ ബോഡി ഭയങ്കരമായിട്ട് ഹീറ്റ് ചെയ്യാൻ തുടങ്ങി. ഹീറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ചൂടായി, ആകെ ഞാൻ വിയർത്ത് കുഴഞ്ഞ് ഞാൻ അവിടെ കിടന്ന് ഉറങ്ങി. പക്ഷേ ആ എർത്തടിച്ച സമയത്ത് ഞാൻ കണ്ടത് ഒരു രൂപമാണ് ഞാൻ കണ്ടത് ശരിക്കും. അതായത് ഒരു 7 വർഷത്തിന് മുമ്പ് ഇതുപോലെ തന്നെ ഒരു കേസിൽ മകനെ നന്നാക്കാനായിട്ട് എൻ്റെ അമ്മ എന്നെ ഡിവൈനിലേക്ക്, നമ്മുടെ ധ്യാന കേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ അമ്മ ധ്യാനം കൂടും, ഞാൻ പുറത്തിറങ്ങി നടക്കും. രാത്രികളിൽ ഡിവൈൻ്റെ മതിൽ ചാടും, പുറത്തുള്ള കടകളിൽ പോയി സിഗരറ്റ് വലിക്കണം. അതിനൊക്കെ പണ്ട് മതിൽ ചാടുന്ന ആൾക്കാരെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അതിലൊരാൾ ഞാനായിരുന്നു. അച്ഛന്മാർക്കൊക്കെ അറിയായിരുന്നു തോന്നുന്നു, ക്യാമറയൊക്കെ ഉണ്ടല്ലോ അവിടെ. അപ്പോൾ അങ്ങനെ ഞാൻ പുറത്ത് മതിൽ ചാടിപ്പോവും, സിഗരറ്റൊക്കെ വലിച്ച് ഉള്ളതൊക്കെ വലിച്ചു കയറ്റി തിരിച്ച് ഞാനിവിടെ കിടന്നു. രാവിലെ എഴുന്നേക്കൊന്നുമില്ല, അമ്മ ധ്യാനം കൂടി ഞാൻ പുറത്തിറങ്ങി നടക്കും. അങ്ങനെ ഒരാഴ്ച ധ്യാനം കൂടി ഒരു മാറ്റമില്ല. അമ്മ ഭയങ്കര പ്രതീക്ഷയോട് കൂടി എന്നെ കൊണ്ടുപോകണേ. കാരണം ഡിവൈനിൽ നിന്ന് ഒത്തിരി അധികം അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട് നമുക്കറിയാം. അപ്പോൾ ആദ്യത്തെ ഒരാഴ്ച ധ്യാനം കൂടിയും ഒരു മാറ്റമില്ല. രണ്ടാമത്തെ ഒരാഴ്ച വീണ്ടും ധ്യാനം കൂടി ഒരു മാറ്റമില്ല. മൂന്നാമത്തെ ഒരാഴ്ച ആയപ്പോൾ അവിടെ ഈ 2 ആഴ്ച ധ്യാനം കൂടിയപ്പോൾ എന്നെ കൗൺസിൽ ചെയ്തതും അതുപോലെ തന്നെ എൻ്റെ ഫാമിലിയായിട്ട് കുറച്ചുകൂടി കമ്പനി ഒരു ആൻറ്റി അവിടെ ഉണ്ടായിരുന്നു. ആൻറ്റി അവിടുത്തെ ശുശ്രൂഷകയാണ്. അപ്പോൾ ആ ആൻറ്റിയാണ് പറഞ്ഞത്, നീ പൊയ്ക്കോ, ഇവനിവിടെ നിർത്തിക്കോളാൻ പറഞ്ഞു. ഇവനിവിടെ നിൽക്കട്ടെ, ഞങ്ങൾ നോക്കിക്കോളാം, നീ ധൈര്യമായിട്ട് പൊക്കോ, തമ്പുരാൻ്റെ സന്നിധിയിലാണ്, അപ്പോൾ അതുകൊണ്ട് ഒന്നുകൊണ്ടും പേടിക്കേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഈ പോയത് ഞാൻ അറിഞ്ഞില്ല. അങ്ങനെ എന്നെ അവിടെ നിർത്തിപ്പോയി. ഞാനവിടെ ശുശ്രൂഷകനായിട്ട് നിൽക്കേണ്ടി വന്നു. പക്ഷേ ഒരു പണിയും ചെയ്യില്ല കേട്ടോ. എനിക്ക് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ചാടണം, അതിന് വേണ്ട എല്ലാ പണിയും ഞാൻ ചെയ്യും. കുറേ വഴക്കുണ്ടാക്കി കിടക്കും, അവർ പറഞ്ഞ സമയത്ത് എഴുന്നേക്കില്ല, തോന്നുന്ന സമയത്ത് ഭക്ഷണം കഴിക്കാൻ പോകും. കുറേ ഭക്ഷണം കഴിച്ച് പാത്രം കഴുകാട് അവിടെ വെച്ചു. ചിലപ്പോൾ തിന്ന പാത്രത്തിന് കൈ കഴുകിയിട്ട് പോകും. ഒരു കുറവില്ല. എനിക്ക് എങ്ങനെയും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് ചാടണം. ഇപ്പോൾ അങ്ങനെയൊക്കെ പോയി അവസാനം പിന്നെ ഞാൻ വയലൻ്റായി തുടങ്ങി. അവിടെ ആ ഓഫീസിലൊക്കെ ഉണ്ടായിരുന്ന സ്റ്റാഫിനോട് അതായത് ഇങ്ങനെ തറുതല പറഞ്ഞ് സംസാരിക്കുക, പിന്നെ അതുപോലെ കപ്പെടുത്തെറിയുക, അങ്ങനെയൊക്കെ തുടങ്ങി അവസാനം പൊറുതി മുട്ടിയപ്പോൾ ആ ആൻറ്റി എൻ്റെ അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു, കൊണ്ടുപോക്കോ, ഇനി ഇവിടെ നിന്നാൽ വേണ്ടി ആരെങ്കിലും വിളിക്കും, കൊണ്ടുപോക്കോളാൻ പറഞ്ഞു. പക്ഷേ ഞാനിപ്പോഴും ഓർക്കുന്നു ആ വരവ് ഭയങ്കര വിഷമത്തോടുള്ള വരവ്. കാരണം എല്ലാ പ്രതീക്ഷയും കൈവിട്ടു. അപ്പനിങ്ങനെ, ഒരു മോനിങ്ങനെ. അപ്പോൾ അങ്ങനെ അന്ന് അമ്മ വന്നു. അന്ന് എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു അമ്മയോട്, കൊല്ലാനുള്ള വലിയായിരുന്നു. ഞാൻ എന്തെങ്കിലും നിർത്തിയിട്ട് പോയി, വേറെ എവിടെയാണെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ അമ്മ വന്നു. അമ്മ ഡിവൈൻ്റെ ഫ്രണ്ടിൽ ഏറ്റവും നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ വലിയൊരു ഗ്രോട്ടുണ്ട്, ഈശോ കൈ വിരിച്ച് നിൽക്കുന്നൊരു ഗ്രോട്ട്. അപ്പോൾ ഞാൻ അവിടെ നിന്നിരുന്നത്. അപ്പോൾ അമ്മ കരഞ്ഞുകൊണ്ടാണ് കയറി വരുന്നത്. കയറി വന്നപ്പോൾ തന്നെ ഞാൻ ബാഗ് എടുത്ത് അമ്മയുടെ കയ്യിലേക്ക് ഇതിങ്ങനെ ഇട്ട് കൊടുത്തു. എന്നിട്ട് ഞാൻ പോയി. അപ്പോൾ അന്ന് ആ ആൻറ്റി അമ്മയോട് പറഞ്ഞു, അതായത് മക്കളെപ്പോഴും ദൈവത്തിൻ്റെ ദാനാ, നീ ദൈവത്തിന് വിട്ടുകൊടുത്ത് നീ അവന് വേണ്ടി ഈറ്റുനോവ് എടുത്ത് പ്രാർത്ഥിക്കുക. അത് കഴിഞ്ഞിട്ട് ആൻറ്റി പറഞ്ഞതാണ്, അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ ഓട്ടം പൂർത്തിയാക്കി അവൻ മരണത്തിൻ്റെ വക്കത്ത് നിൽക്കുമ്പോൾ അവൻ സ്വന്തമായിട്ട് ഇവിടെ കയറി വരും. പക്ഷേ ഇത് കേട്ടപ്പോൾ എനിക്ക് ചിരിയായി. ഞാൻ എന്ത് ചെയ്തു, ആൻറ്റിയും പിന്നെ പൊങ്ങി നിൽക്കുന്ന കർത്താവ്, എനിക്കിതിലൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല എൻ്റെ കേട്ടോ. കാരണം എൻ്റെ അപ്പനും അങ്ങനെ ഫാമിലിയൊക്കെ അങ്ങനെ ആയതുകൊണ്ട് എനിക്ക് പക്ഷേ അമ്മ മാത്രമാണ് എൻ്റെ വിശ്വാസി. ഞാൻ ആ രൂപത്തിന് മുമ്പിൽ ഞാൻ കാർക്കിച്ച് തുപ്പി. ഈ തുപ്പിയിട്ടാണ് ഞാൻ ഡിവൈനിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. അത് കഴിഞ്ഞ് സൂയിസൈഡ് ചെയ്ത് ഞാനിങ്ങനെ ഇറത്തടിച്ച് വീണ സമയത്തും ഞാൻ കണ്ണ് തുറക്കുമ്പോൾ കാണുന്നതും ഈ രൂപം തന്നെയാണ്, കണ്ണടയ്ക്കുമ്പോൾ കാണുന്നതും ഈ രൂപം തന്നെ. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം ഞാൻ ആ ക്ഷീണത്തെ അന്ന് രാത്രി ഞാൻ അവിടെ കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ ഈ രൂപം എൻ്റെ കണ്ണിൽ നിന്ന് പോകുന്നില്ല. അങ്ങനെ ഒരു 10-11 മണി ആയപ്പോഴാണ് ഞാൻ എഴുന്നേറ്റ് സ്വന്തമായിട്ട് തന്നെ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ച് ഞാൻ ഡിവൈനിലേക്ക് ചെന്നു. ഒരു 8 വർഷത്തിന് ശേഷമാണ് ഞാൻ ഡിവൈനിലേക്ക് ചെന്നു.
ഡിവൈനിലേക്ക് ചെന്ന് ഞാൻ ആദ്യം ആ ഗേറ്റിൻ്റെ അവിടെ നിന്നു. പഴയ കുറേ ഓർമ്മകളുണ്ടല്ലോ, എന്നെ ആരെങ്കിലും അതൊക്കെ തന്നെ പറയാം. അപ്പോൾ സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്റ്റാഫിന് എന്നെ മനസ്സിലാവോ? കാരണം അന്ന് ഞാൻ കുറേ തെറിയൊക്കെ പറഞ്ഞതാണേ, ഇനി അയാൾ അങ്ങനെ തിരിച്ചു കിട്ടുമോ? അപ്പോൾ പക്ഷേ ഇല്ലായിരുന്നു. അന്ന് ഞാൻ ആ സെക്യൂരിറ്റിക്കാരനോട് ചോദിച്ചു, ഞാൻ ആ ആൻറ്റിയുടെ പേര് എനിക്കറിയായിരുന്നു. അപ്പോൾ ഞാൻ ഈ ആൻറ്റിയെ അറിയുമെന്ന് ചോദിച്ചു. അപ്പോൾ അന്ന് ആ ആൻറ്റിയുടെ ഹസ്ബൻഡൊക്കെ മരിച്ച്, ഹസ്ബൻഡ് ശുശ്രൂഷകനായിരുന്നു ഡിവൈനിൽ. അവർ മരിച്ചതിൻ്റെ വിഷമത്തില്ല, കോവിഡൊക്കെ ഉള്ള സമയമായിരുന്നു. അപ്പോൾ ആ സമയങ്ങളിൽ ശുശ്രൂഷകളിൽ ഇല്ലായിരുന്നു, വ്യാഴാഴ്ചകളിൽ മാത്രം വന്നു പോകുന്നൊരു ശുശ്രൂഷയായിരുന്നു. അങ്ങനെ ആ സെക്യൂരിറ്റിക്കാരനാണ് എന്നോട് പറഞ്ഞത്, അവർക്ക് കൊരട്ടിയിലൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് മോനെ, നീ അവിടെ പോയി അന്വേഷിക്കാൻ പറഞ്ഞു. എനിക്ക് ആകെയുള്ള പരിചയം ഈ ആൻറ്റിയായിട്ട് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞാൻ സൂപ്പർ മാർക്കറ്റ് തപ്പി ഞാൻ ഇറങ്ങി, കൊരട്ടി മൊത്തം അന്വേഷിച്ചു. അന്നൊന്നും കണ്ടില്ല, എനിക്ക് അന്വേഷിച്ചിട്ട് ഒന്നും കണ്ടില്ല. ഈ 2 പേരെ അവിടെയുള്ള ആൾക്കാർക്ക് അറിയൂടെ, ഈ സൂപ്പർ മാർക്കറ്റ് ഒന്ന് അറിഞ്ഞൂടാ. അങ്ങനെ ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് എനിക്ക് ഇവരുടെ വണ്ടി ഓർമ്മയുണ്ടായിരുന്നു. കാരണം എന്നെ കൊണ്ടുവരാനായിട്ട് അമ്മ വന്നപ്പോൾ ഈ ആൻറ്റി വണ്ടി കയറി. എനിക്ക് വണ്ടി ഭ്രാന്ത് കൂടുതലുണ്ട്, ഇവരുടെ വണ്ടി ഞാനെപ്പോഴും നോട്ട് ചെയ്യും, കാറുകളൊക്കെ. അന്ന് ഞാൻ ഒരു ബിൽഡിങ്ങിൻ്റെ പടിയിൽ വണ്ടി ഞാൻ കിടക്കണമുണ്ട്, ഓപ്പോസിറ്റ് സൈഡായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇതാണ് വണ്ടി എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ യൂട്ടേണൊക്കെ എടുത്ത് വന്നപ്പോൾ വണ്ടി അതാണ്, വണ്ടിയുടെ പേരൊക്കെ കണ്ടപ്പോൾ അതാണ്. ഞാൻ സൂപ്പർ മാർക്കറ്റിൽ കയറി ഞാൻ ചോദിച്ചു, എനിക്ക് ഇന്ന ആളൊന്ന് കാണണം. അപ്പോൾ അവിടുത്തെ സ്റ്റാഫാണ് പറഞ്ഞത്, ആളിപ്പോൾ ഇവിടെ ഇല്ല, വീട്ടിലാണ്, ഹോട്ടലാണ് വീട്. നമ്പറൊക്കെ തന്നു. അത്ഭുതം എന്ന് പറയട്ടെ, ഞാൻ ആ ആൻറ്റിയെ വിളിച്ചു. 7 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ വിളിക്കുന്നത്. 7 വർഷങ്ങൾക്ക് എന്തോരം ആൾക്കാരെ ഈ പറയുന്ന ശുശ്രൂഷകർ കണ്ടിട്ടുണ്ടാവും. ഞാൻ വിളിച്ച സമയത്ത് ആൻറ്റി എന്നോട് പറഞ്ഞത് ക്രിസ്റ്റി അല്ലേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതേന്ന് പറഞ്ഞു, ഞെട്ടിത്തെറിച്ചു. അതേന്ന് പറഞ്ഞു, നീ ഇപ്പോൾ വിളിക്കുമെന്ന് പരിശുദ്ധാത്മാവനോട് പറഞ്ഞിരുന്നു, അതുകൊണ്ട് തന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. ഞാനത് കേട്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം അതെങ്ങനെ പോസിബിളാണോ? അപ്പോൾ എനിക്കങ്ങനെ കുറേ ചിന്തകളാണ്. എന്നിട്ട് ആൻറ്റി പറഞ്ഞു, എടാ ഇന്ന് ധ്യാനം തുടങ്ങുന്ന ദിവസമാണ്, നീ ഒന്നും നോക്കണ്ട, ഒന്നിനെക്കുറിച്ച് ചിന്തിക്കണ്ട, കയറിക്കോളാൻ പറഞ്ഞു. അങ്ങനെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ തിരിച്ച് വീട്ടിൽ ചെന്നു. കിട്ടിയ ഡ്രസ്സും വാരി കുട്ടിയിൽ ഒറ്റ വിടലം കൊട്ടു. ഡിവൈനിലേക്ക് തിരിച്ച് ഞാൻ കയറി വന്നു. ആ കയറി വന്ന് ഒരു 7 കൊല്ലം മുമ്പ് ധ്യാനത്തിന് ശേഷം പിന്നീട് ഇപ്പോഴാണ് കയറി തന്നെ. ഈ കയറി വന്നതെന്ന് വെച്ചാൽ അന്ന് ഞാൻ ഒരു 800-900 ബാക്കിലാണ്. ഞാൻ ഇന്ന് ഈ പ്രാവശ്യം പോയപ്പോൾ 4ാമത്തെ ലെയറിലാണ് നിൽക്കണം, ഏറ്റവും ഫ്രണ്ടിൽ. അങ്ങനെ ഞാൻ ധ്യാനം കൂടി. അവിടെ ചെന്നപ്പോൾ തന്നെ എനിക്ക് കരച്ചിൽ വന്നു. ചെന്ന് ഞാനവിടെ ധ്യാനം കൂടി. എനിക്ക് നന്നായിട്ട് കുമ്പസാരിക്കാൻ പറ്റി. ഒരു 8 വർഷങ്ങൾക്ക് ശേഷം മനസ്സ് തുറന്ന് കുമ്പസാരിക്കാൻ പറ്റി. അത് കഴിഞ്ഞ് വിശുദ്ധ കുർബാന 8 വർഷങ്ങൾക്ക് ശേഷം നന്നായിട്ട് ഒരുക്കത്തോടെ സ്വീകരിക്കാൻ പറ്റി. അങ്ങനെ ഞാൻ സ്വീകരിച്ച് അങ്ങനെ ഒരു പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകാരാധന നടക്കുന്ന സമയത്താണ് സ്റ്റേജിൽ നിന്നുകൊണ്ട് ആ ശുശ്രൂഷ ചെയ്ത വ്യക്തി വിളിച്ച് പറയുന്നത്, ഒരു മകന് മധ്യസ്ഥം പ്രാർത്ഥിക്കാനുള്ള ഒരു വരം നൽകുമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്കൊന്നും മനസ്സിലായി, ഇത്രയും ആൾക്കാർ എന്നെയൊക്കെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, ഇതിനിടയിൽ എങ്ങനെ പോസിബിളല്ല. ഞാൻ സമാധാനം കിട്ടാൻ വേണ്ടി വന്നാൽ. പക്ഷേ അത് ആ ധ്യാനം കഴിഞ്ഞ് രാത്രി ഞാൻ കിടക്കാൻ പോയപ്പോൾ പ്രാർത്ഥിക്കാനുള്ളൊരു ടെൻഡൻസി കയറി വന്നു. അന്ന് ഞാൻ പതുക്കെ പ്രാർത്ഥിച്ചു തുടങ്ങി. അന്ന് ഞാൻ പതുക്കെ ഫോണുണ്ടായിരുന്നു, ഫോൺ കൊടുക്കാൻ വേണ്ടി ഞാൻ കൊടുത്തില്ല കേട്ടോ. അന്ന് ഞാൻ ഗൂഗിളിൽ പ്രാർത്ഥനകൾ എടുത്ത്, വിശ്വാസ പ്രമാണം പോലും അറിയാതെ ഞാൻ അതൊക്കെ എടുത്ത് പതുക്കെ പ്രാർത്ഥിച്ചു തുടങ്ങി. പിന്നീടാണ് വ്യാഴാഴ്ച ഒരു ശുശ്രൂഷ നടക്കുന്ന സമയത്താണ് എനിക്കൊരു ചെറിയ രീതിയിലൊരു ഡെലിവറൻസ് ഒക്കെ കിട്ടി, ഒരു വിടുതൽ കിട്ടി. എനിക്ക് ഭയങ്കര അഡിക്ഷനായിരുന്നു എനിക്ക്. പക്ഷേ ഡിവൈനിൽ കയറിയപ്പോൾ തൊട്ട് എനിക്ക് ടെൻഡൻസി ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് പിടിച്ചു നിർത്താനുള്ളൊരു കൃപയുണ്ടായിരുന്നു. പക്ഷേ ആ വ്യാഴാഴ്ച ശുശ്രൂഷയ്ക്ക് ശേഷം ഒറ്റയടിക്ക് എൻ്റെ ഈ ഒരു അഡിക്ഷൻ കംപ്ലീറ്റ് പോയി എന്നുള്ളതാണ് സത്യം. പിന്നീട് എനിക്ക് ഈ നിമിഷം വരെ ഒരു സാധനം ഉപയോഗിക്കണമെന്നോ അല്ലെങ്കിൽ അതെനിക്ക് വേണമെന്നോ ഇതില്ലാണ്ട് അങ്ങനത്തെ ഒരു തോന്നലും വന്നിട്ടില്ല, ഒന്നും വന്നിട്ടില്ല. അന്ന് ആ ഡെലിവറൻസ് കിട്ടിയോടുകൂടി ശരിക്കും അപ്പോൾ എനിക്ക് ജോലിയൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ ഞാൻ തിരിച്ച് വന്ന് ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കും. എല്ലാവരും കിടന്നുറങ്ങും. ഞാൻ 12 മണിയാകുമ്പോൾ വാതിൽ തുറന്നു നോക്കും, എല്ലാവരും ഉറങ്ങി. അപ്പോൾ ഡോർ കുറ്റിയിട്ട് മെഴുകുതിരി കത്തിച്ച് മുട്ടുമെന്നും പ്രാർത്ഥിക്കും. പണ്ട് 12 മണിക്ക് വീട്ടിൽ കയറി വന്നിരുന്നത്. ഇപ്പോൾ ഞാൻ 12 മണിക്ക് പ്രാർത്ഥിക്കാൻ എനിക്ക് തുടങ്ങി. അങ്ങനെ ഞാൻ മണിക്കൂറുകളോളം ഇരുന്ന് പ്രാർത്ഥിക്കും, ജപമാല ചൊല്ലും, അല്ലാതെ തന്നെ പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ച് കുറേ നാൾ പ്രാർത്ഥിക്കും. പിന്നെ പകലൊന്നും എനിക്കൊന്നും ചെയ്യാനില്ല, ജോലിയൊന്നുമില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഡിവൈൻ്റെ ചാപ്പലിൽ പോയിരുന്നു, അവിടെ മണിക്കൂറുകളോളം ഇരുന്ന് പ്രാർത്ഥിക്കും, അപ്പാപ്പന്മാരുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥനാ ജീവിതം അങ്ങനെയാണ് ഞാൻ തുടങ്ങിയത്. അങ്ങനെ തുടങ്ങി കുറച്ച് നാളുകൾക്ക് ശേഷം, അതായത് ഈ രാത്രികളിൽ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ നാക്കിൻ്റെ അതായത് വേറെ ഒരു തരം ഭാഷകളൊക്കെ കയറി വരാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് പല ഭാഷകളിലായിട്ട് ഞാൻ സ്തുതിച്ചു തുടങ്ങി. പിന്നെ അന്ന് എനിക്ക് മനസ്സിലാവില്ലായിരുന്നു. പക്ഷേ അമ്മ നല്ല പ്രാർത്ഥനയുണ്ട്. ഞാനൊരു അമ്മയോട് ചോദിച്ചു, പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പല രാരാന്നൊക്കെ കയറി വരുന്നത് എന്താണെന്നൊക്കെ ചോദിച്ചു. അപ്പം പറഞ്ഞു അത് ഭാഷാവരാണ്, പരിശുദ്ധാത്മാവിൻ്റെ ഭാഷാവരാണെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞാനെന്ത് ചെയ്തു, ഭാഷാവരത്തിൽ പിന്നെ പ്രാർത്ഥിച്ചു തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിച്ച് പിന്നെ എനിക്ക് മനസ്സിലായി, എനിക്കിങ്ങനെ അതായത് ഭയങ്കര അടുപ്പം തോന്നി പ്രാർത്ഥനയോട്. ഭയങ്കര ഈ പ്രാർത്ഥിച്ചിട്ട് മതിയാവണില്ല, പ്രാർത്ഥനയുടെ ലഹരി കയറിയ സമയത്ത് ഒരു ദിവസം ഞാൻ കാണുന്നതേ, ഇതിനൊക്കെ 2-3 മാസങ്ങൾക്ക് ശേഷം, അതായത് ഞാനെങ്ങനെ എല്ലാ വെള്ളിയാഴ്ച കുമ്പസാരിക്കും, എല്ലാ ദിവസവും കുർബാനയ്ക്കും, ചിലപ്പോൾ 2 കുർബാനയൊക്കെ കണ്ടു കളയും ഒറ്റയടിക്ക്. അങ്ങനെ കുർബാനയ്ക്കൊക്കെ പോയി തുടങ്ങി. ഞാനൊരു ദിവസം പകൽ വന്ന് കാണുമ്പോൾ എൻ്റെ അമ്മയുടെ വലത്തേകാലിൻ്റെ സൈഡിൽ ഇങ്ങനെ ആണി വന്ന് നിൽക്കുക.
അപ്പോൾ ഈ അമ്മ ഇങ്ങനെ ഞൊണ്ടി നടക്കണം, നമുക്ക് നടക്കാൻ വയ്യ. പക്ഷേ പൊതുവെ എനിക്ക് അമ്മയോട് ഭയങ്കര സഹതാപമാണ്. കാരണം ഇത്രയും വർഷം പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നിസ്സാരമല്ല. അങ്ങനെ പക്ഷേ ഇനിയെങ്കിലും ഇത്രയും കാലം എനിക്ക് അമ്മയ്ക്ക് ഈ സന്തോഷമൊന്നും കൊടുക്കാൻ പറ്റിയില്ല. പക്ഷേ ഇനിയെങ്കിലും നല്ലൊരു ജീവിതം നയിച്ച് അമ്മയ്ക്ക് ഒരു തൃപ്തികരമായൊരു ജീവിതം കൊടുക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അതുള്ളതുകൊണ്ട് തന്നെ എനിക്ക് അമ്മ ജോലിക്ക് പോകണമെന്നൊക്കെ ഭയങ്കര വിഷമമാണ്. പക്ഷേ ഞാൻ നോക്കുമ്പോൾ അമ്മ ഇങ്ങനെ ആണി വന്ന് ഇങ്ങനെ ഞൊണ്ടി നടക്കുക. അപ്പോൾ ഈ ഞൊണ്ടി നടക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായപ്പോൾ ഞാൻ മുട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചു. ഒരു 1.25 മണിക്കൂറോളം സ്തുതിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ കണ്ണടയ്ക്കുമ്പോൾ ഒരു ദർശനം പോലെ ഒരു പിക്ചർ ഉണ്ട്. അതായത് അമ്മയുടെ കാലിൽ പിടിച്ച് പ്രാർത്ഥിക്കാനുള്ളൊരു ടെൻഡൻസി വന്നു. കാലുമ്മ ഒരു കൈ പിടിച്ചിരിക്കുന്ന ഒരു പിക്ചർ ഞാൻ കണ്ടു. അപ്പോൾ പക്ഷേ ഈ ധ്യാനം കഴിഞ്ഞ് വന്നതിൻ്റെ ഈ സ്പിരിറ്റിൽ അങ്ങനെയൊക്കെ ചെയ്ത് പാതിരാത്രി ഉറങ്ങി കിടക്കുന്ന ഒരാളുടെ കാലിൽ പോയി പിടിച്ച് കഴിഞ്ഞാൽ അവരെന്ത് വിചാരിക്കും? അങ്ങനെ ഒരു ചിന്തപ്പാടം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ചെയ്തില്ല. അപ്പോൾ ഞാൻ വീണ്ടും എൻ്റെ പ്രാർത്ഥന തുടങ്ങി വീണ്ടും. അതായത് ഭാഷാവരത്തിലൊക്കെ വന്ന് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴേ ഞാൻ അറിയാതെ അന്ന് ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാനൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കുക. അതായത് നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ ഈ നിമിഷം വിട്ടുമാറിപ്പോട്ടെ എന്ന് കൽപ്പിച്ചുകൊണ്ടുള്ളൊരു പ്രാർത്ഥന അറിയാതെ അന്ന് ഞാൻ പ്രാർത്ഥിച്ചു പോയി. പിറ്റേ ദിവസം ഞാൻ കാണുന്നത് കാല് മൊത്തം സൗഖ്യപ്പെട്ടിരിക്കും. മൊത്തം ഒരു വാണി പോലും ഇല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് സൗഖ്യം കിട്ടി. പക്ഷേ അതെനിക്ക് പിറ്റേ ദിവസം കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതമായി. എന്നിട്ട് അമ്മ എന്നോട് പിറ്റേ ദിവസം ചോദിച്ചു, നീ പ്രാർത്ഥിച്ചായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ വെയിറ്റ് ഇട്ടു. ഇല്ലല്ലോ, ഞാൻ പ്രാർത്ഥിച്ചൊന്നുമില്ലല്ലോ അങ്ങനെ പറഞ്ഞു. പക്ഷേ പിന്നീട് ഞാൻ പറഞ്ഞു, അമ്മ ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ചെറിയ അനുഭവങ്ങളിലൂടെ ഞാൻ നടന്നു നീങ്ങി. കാരണം എനിക്കൊരു കാര്യം പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ തന്നെ എനിക്ക് കാണണം, എനിക്ക് കണ്ട് അതിനെ തൊട്ട് പ്രൂഫില്ലാതെ വിശ്വസിക്കാൻ പാടാ. ഞാൻ വിശ്വസിക്കാം, ദൈവം ഉണ്ടെന്നൊക്കെ വിശ്വസിക്കാം. പക്ഷേ ഇപ്പോൾ ഞാൻ വിശ്വസിച്ചു. 2 സെക്കൻഡായിട്ട് കഴിയുമ്പോൾ അതങ്ങനെ തന്നെ ഉള്ളിൽ ക്വസ്റ്റ്യൻസായി. അപ്പോൾ അങ്ങനെ ഞാൻ ദൈവത്തോട് എപ്പോഴും ചോദിക്കും. അപ്പോൾ എൻ്റെ വിശ്വാസത്തിൻ്റെ ഒരു അളവ് വർദ്ധിപ്പിച്ച് ശരിക്കും അനുഭവങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയാണ്. ഒത്തിരി അധികം അടയാളങ്ങളും അത്ഭുതങ്ങളും ഇതുപോലെ കാണിച്ച് തന്നാണ് ശരിക്കും എന്നെ എന്താ പറയുക എന്നെ ഇങ്ങനെ പൊക്കിയെടുത്തത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ പിന്നെ വചനങ്ങൾ പഠിച്ചു തുടങ്ങി. ഞാനിപ്പോഴും ബൈബിൾ സമ്പൂർണ്ണമായിട്ട് വായിച്ചിട്ടില്ല. പുതിയ നിയമം മാത്രം 2 തവണ വായിച്ചു കഴിഞ്ഞു. എനിക്ക് പുതിയ നിയമത്തോടാണ് കൂടുതൽ താല്പര്യം. കുറേ രഹസ്യങ്ങൾ അതിൽ കിടക്കണ പോലെയുണ്ട്. ഒത്തിരി അധികം രഹസ്യങ്ങൾ എനിക്കത് ചിലപ്പോൾ ഒരു അധ്യായം തന്നെ എടുത്ത് വായിച്ചാൽ 2-3 തവണ വായിക്കും. എന്നാലും അത് മതിയാവില്ല വായിച്ചു കഴിഞ്ഞാൽ. ഒത്തിരി അധികം രഹസ്യങ്ങൾ കിടക്കണതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ ഇഷ്ടം പുതിയ നിയമത്തോടാണ്. അപ്പോൾ അങ്ങനെ തന്നെ എനിക്ക് ഒത്തിരി വചനങ്ങൾ പഠിക്കാൻ പറ്റി. കാണാപ്പാടം പഠിക്കലല്ല, ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ പ്രാർത്ഥിക്കുമ്പോൾ വചനം വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അത് ഇപ്പം എങ്ങനെ പറയാം, ചില സമയത്ത് ഈ ചെവിയുടെ സൈഡിൽ നിന്ന് ഒരാളിങ്ങനെ വന്നിങ്ങനെ സ്വകാര്യത്തിൽ ഇന്ന അധ്യായം ഇന്ന വാക്യം, അല്ലെങ്കിൽ ഞാൻ കണ്ണടയ്ക്കുമ്പോൾ ഞാൻ കാണുമത്, അല്ലെങ്കിൽ ഞാൻ തുറക്കുമ്പോൾ എൻ്റെ കയ്യിൽ കിട്ടും. ഞാൻ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ കാര്യങ്ങളെ ചെയ്തു തരാം. അപ്പോൾ എനിക്ക് അങ്ങനെ വചനം കിട്ടി തുടങ്ങിയപ്പോൾ വചനങ്ങൾ പടപടപടേന്ന് ഞാൻ പഠിച്ചു തുടങ്ങി. എനിക്ക് ബുദ്ധിമുട്ട്, സ്കൂളിലൊക്കെ ഭയങ്കര മോശമായിരുന്നു പഠിക്കാൻ. പക്ഷേ വചനം പഠിക്കണമെങ്കിൽ ഞാൻ ഉസ്താദായി. പിന്നെ അമ്മയെക്കാളും കൂടുതൽ വചനം എനിക്ക് പഠിച്ചു തുടങ്ങി. പിന്നെ വചനം വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. വചനം വെച്ച് പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോഴാണ് ശരിക്കും മറ്റുള്ളവരുടെ ജീവിതത്തിൽ തമ്പുരാൻ എന്നെ കൊണ്ട് നിർത്തി എന്നെ ഒരു ഉപകരണമാക്കി മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് തമ്പുരാൻ ഒരുപാട് അനുഗ്രഹങ്ങൾ പകർന്നതായിട്ട് എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ടായി. അതിലേറ്റവും വലിയൊരു അനുഭവമാണ് ഞാനിങ്ങനെ കൃപാസനത്തിൻ്റെ ചാപ്പലിൽ ഇരുന്ന് കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ ബാക്കിൽ ഇരുന്നിട്ട് പത്തനംതിട്ട എന്നുള്ളൊരു ചേച്ചി, മരിയ എന്നാണ് പേര്, ആ ചേച്ചി ഇങ്ങനെ വന്ന് പുറകിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയത്ത് അപ്പോൾ ഞാൻ ആ ടീഷർട്ട് ഭയങ്കര കമ്പനിയായി. ഞങ്ങളിങ്ങനെ ഭയങ്കര ബോണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്തിനീ ഈ പ്രാക്കൊക്കെ കേൾക്കാൻ നിൽക്കണേ, അതങ്ങ് സാധിച്ചു കൊടുത്താൽ ആളുടെ വഴിക്ക് പോയിക്കോളും, അല്ലെങ്കിൽ ഇതിങ്ങനെ വന്ന് വീണ്ടും കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പം വേഗം തന്നെ 3 കാര്യങ്ങളാണ് എനിക്ക് ആ സമയത്ത് കിട്ടിയത്. ഒന്ന് കാനഡയിൽ നിന്ന് കിട്ടി, ഒന്ന് ഹസ്ബൻഡായിട്ട് പിരിഞ്ഞ് നിൽക്കുന്നതിനൊരു വിഷമം, 3ാമത് മക്കളില്ലാത്തതിന് സങ്കടം. ആദ്യത്തെ അനുഭവം കേട്ടോ. അപ്പോൾ ഇത് ചോദിക്കാനൊരു ടെൻഡൻസി ഉള്ളിൽ കയറി വരുന്നുണ്ട്. അപ്പോഴും തെറ്റിപ്പോയ ചമ്മി. പക്ഷെ എന്നാൽ പോലും ഞാൻ ചിന്തിച്ചു, ഇനിയിപ്പോൾ ചമ്മിയാ നീ ചമ്മി, ഞാൻ ചോദിക്കാം. അപ്പോൾ ഞാൻ നേരെ പുറകിലേക്ക് തിരിച്ചു ചോദിച്ചു, ചേച്ചി കാനഡ ഹസ്ബൻഡില്ലാത്തതിന് വിഷമം, മക്കളില്ലാത്ത വിഷമം, ഒറ്റയടിക്ക് 3 പടപടയെന്ന് ചോദിച്ചു. ചേച്ചിക്ക് ഇത് മനസ്സിലായിട്ടാണോ എന്ന് എനിക്കറിയില്ല, കണ്ണിങ്ങനെ തുറക്കണ മാത്രമേ ഞാൻ കണ്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്പം ആ തുറിച്ച് നോട്ടത്തിന് മനസ്സിലായി, ദൈവമേ എന്താ കണ്ട് പാളി. എന്നിട്ട് ഞാൻ ചാപ്പലിൽ നിന്ന് പോയി. പുറത്ത് നിൽക്കുന്ന സമയത്ത് ഈ ചേച്ചി എന്നെ അന്വേഷിച്ച് വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷത്തോളമായി, ഹസ്ബൻഡ് കാനഡയിലാണ്, ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പ് തുടങ്ങിയിട്ട് വർഷം കുറയും, പക്ഷേ ഇതിലേക്ക് പോകാനായിട്ട് പറ്റില്ല, വിസ തടസ്സം, അത് ഒത്തിരി അധികം തടസ്സങ്ങൾ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് മനസ്സിലായി തമ്പുരാൻ പറഞ്ഞ സത്യമായിരുന്നു മനസ്സിലായി. വേഗം തന്നെ ഉള്ളിൽ അടുത്തൊരു തോന്നൽ വരിക, 3 മാസം കൊണ്ടൊക്കെ ശരിയാവും. അപ്പോൾ ഞാൻ ഉള്ളിലൊരാൾ പറയാണ് 3 മാസം കൊണ്ട് ശരിയാവുമെന്ന്. ഇത് പറയാൻ വരുന്നുണ്ട്, പക്ഷേ എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ചിന്തിച്ചു, 2 വർഷം കൊണ്ട് ശരിയാവാത്തങ്ങോട്ട് 3 മാസം കൊണ്ട് ശരിയാവാം. പക്ഷേ എന്നാൽ പോലും നമ്മളെങ്ങനെ ഒരു കാര്യത്തിൽ മടിക്കുമ്പോൾ പുറകിൽ നിന്നൊരു തള്ളു വരുമല്ലോ, അതുപോലെ ഒരു തള്ളാവാം പല കാര്യങ്ങളും തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി 3 മാസം കൊണ്ടൊക്കെ ശരിയാവുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ എൻ്റെ നമ്പർ കൊടുത്തു. ആ ചേച്ചി എൻ്റെ അത് വാങ്ങിച്ചിട്ട് ഞാൻ എൻ്റെ വഴിക്ക് പോയി. അങ്ങനെ ഒരു 2.5-3 മാസം കഴിഞ്ഞിട്ട് എനിക്കൊരു കോള് വരിക. ഈ കോള് വരുന്ന സമയത്ത് ഈ ചേച്ചി വിളിക്കുന്നത് കാനഡയിൽ നിന്നാണ്. 1 മാസം പ്രഗ്നൻ്റാണ്. ഇപ്പോൾ ഒരു കൊച്ചുണ്ട്, ഒരു 1.5-2 വയസ്സ് നല്ലൊരു പെൺകൊച്ചുണ്ട്.
അങ്ങനെ ഒത്തിരി അധികം കാര്യങ്ങളിൽ തമ്പുരാന് പ്രവർത്തിക്കാനായിട്ട് ഒരു ഉപകരണമാക്കി ഈശോ മാറ്റി തുടങ്ങി. അന്ന് തുടങ്ങി ഒത്തിരി അധികം കൃപകളും അനുഗ്രഹങ്ങളും ദാനങ്ങളും എനിക്ക് ഈശോ തന്നു. അങ്ങനെയാണ് കാര്യം. ഈ ഒരു പരിവർത്തനത്തിന്റെ സമയങ്ങളിൽ എന്നോട് വലിയൊരു ആക്സിഡന്റ് സംഭവിച്ച ഒരു ആക്സിഡന്റ് സംഭവിച്ചൊരു കാര്യമുണ്ട്. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ദിവസം മാർക്കറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കാം. ഒരു രാത്രി 8 മണി സമയത്ത് ചാലക്കുടി മാർക്കറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഡി സിനിമാസിൻ്റെ പാലം. അപ്പോൾ അന്ന് ചെറിയ തോതിൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ ഞാൻ സാധാരണ ഹെൽമെറ്റ് ഇടാറില്ലേ പോകുമ്പോൾ. പക്ഷേ അന്ന് ഞാൻ എന്തോ ഭാഗ്യത്തിന് ഹെൽമെറ്റ് ഇട്ടു. അപ്പോൾ ഞാൻ അധികം സ്പീഡിലൊന്നുമല്ല പോകുന്നത്. അത്രയും സമയം എത്തിയപ്പോഴേ ആ പാലത്തിൻ്റെ ആ ഇറക്കം എത്തിയപ്പോൾ ഒരു പയ്യൻ എൻ്റെ റൈറ്റ് സൈഡിൽ കൂടെ ഇങ്ങനെ കട്ട് ചെയ്തൊരു കയറി ഇവൻ ആ ഡി സിനിമാസിൻ്റെ അവിടെ എന്തോ DJ നടക്കുന്നുണ്ടായിരുന്നു, ഏതോ സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട്. ഇവൻ ഈ DJ കണ്ടപ്പോൾ ഇതിങ്ങനെ എത്തി നോക്കിയിട്ട് ഒരു ചവിട്ടം അങ്ങോട്ട് ചോട്ടി. പക്ഷേ ഇവൻ്റെ പുറകിൽ ഞാനായിരുന്നു. എനിക്ക് ബ്രേക്ക് പിടിച്ചിട്ട് കിട്ടിയില്ല, എൻ്റെ ഫ്രണ്ട് ബ്രേക്ക് ഇല്ലായിരുന്നു. ഞാൻ അവനെ ഇപ്പോൾ ഒറ്റ ഇടി അങ്ങ് ഇടിച്ച വഴിക്ക് ഞാൻ വീണു. അവൻ ആ ഇടി കൊണ്ട വഴിക്ക് അവൻ്റെ വണ്ടിയുടെ സ്പീഡ് ഒന്നുകൂടി കൂടി. അവൻ നേരെ അങ്ങോട്ട് പോയി. പക്ഷേ വീണ വഴിക്ക് എന്താണെന്ന് വെച്ചാൽ എൻ്റെ കാല് ഹാൻഡിലിന് ഇടയ്ക്ക് ലോക്കായിപ്പോയി. എനിക്ക് വണ്ടി തള്ളാനും പറ്റുന്നില്ല, ചവിട്ടിയിട്ട് നീങ്ങുന്നില്ല, ഉന്താനും പറ്റുന്നില്ല, ഒന്നും പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ ഡിവൈൻ്റെ പാലിറങ്ങിയപ്പോൾ തൊട്ട് ഒരു കണ്ടെയ്നറിനെ ഓവർടേക്ക് ചെയ്താൽ വന്നത്. ആ കണ്ടെയ്നർ നല്ല സ്പീഡിലാണ് വന്നത്. അപ്പോൾ ഞാൻ ആ സമയത്ത് എൻ്റെ മരണം ഞാൻ ഉറപ്പിച്ചു. ഒറ്റയടിക്ക് എനിക്ക് ഈശോ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഓർമ്മ. ഞാൻ പറഞ്ഞു, തമ്പുരാനെ എൻ്റെ ആത്മാവിനെ നിൻ്റെ കാര്യങ്ങൾ സമർപ്പിക്കുന്നു. കുമ്പസാരിക്കുമ്പോൾ ഏതെങ്കിലും ഭാവം പറയാൻ മറന്നു വേണ്ടി കർത്താവ് അതിനും കൂടി ക്ഷമ ചോദിക്കുന്നതിന് കണ്ണടച്ച് കിടന്നു. 2 സെക്കൻഡ് ആയപ്പോൾ എൻ്റെ വലത്തെ ഷോൾഡറിന് ഒരടി കിട്ടി. ഈ അടി കിട്ടിയ പാടെ ഞാനും എൻ്റെ വണ്ടിയും കൂടി മറ്റേ പാലത്തിൻ്റെ വരി കെട്ടിയിട്ടുണ്ടല്ലോ അതിനോട് ചേർന്നങ്ങോട്ട് പോയി. എൻ്റെ വണ്ടി കാലിൽ നിന്ന് പോയി. ആരോ പിടിച്ച് വലിച്ചിട്ട പോലെ പെട്ടെന്ന് ഞാൻ എഴുന്നേറ്റ് ഹെൽമെറ്റ് ഊരിപ്പോൾ ഏകദേശം എന്നെ ഇടിച്ചില്ല എന്ന് പറഞ്ഞാൽ കണ്ടെയ്നർ അങ്ങോട്ട് പോയത്. ഭയങ്കര സ്പീഡിലായിരുന്നു പോയത്. എനിക്ക് ഭയങ്കര ഷോക്കായി. ഒരു 2 സെക്കൻഡ് ആ ഒരു അനുഭവം ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാനത് ഉറപ്പായിട്ട് എൻ്റെ തലയെക്കൂടെ കണ്ടെയ്നർ കയറി പോയനെ. പക്ഷേ ആ ഒരു ജീവിതത്തിൽ ആദ്യത്തെ ഒരു അനുഭവമാണ്. മരണം മുമ്പിൽ കണ്ടു. അപ്പോൾ സ്വാഭാവികമായിട്ടും പേടിയായി, കൈയും കാലും വേറെ തുടങ്ങി. എങ്ങനെയോ മാർക്കറ്റിൽ പോയി ബില്ല് ക്ലോസ് ചെയ്ത് ഞാൻ തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ അന്നനാട് പള്ളിയിലൊരു മാതാവിൻ്റെ ഒരു കപ്പേളയുണ്ട്. ഞാൻ അവിടെ നിർത്തി. കാരണം ജപമാലയോട് ആ സമയത്ത് എനിക്ക് ഇഷ്ടം കൂടുതലായി. കാരണം അമ്മയുടെ കപ്പേള എവിടെ കണ്ടാലും അവിടെ ചവിട്ടി. അവിടെ ഞാൻ കുറച്ച് നേരം ചവിട്ടി ഞാനവിടെ ഇരുന്നു ഒരു 5 മിനിറ്റ് റിലാക്സ് ചെയ്തതിന് ശേഷം ഞാൻ എഴുന്നേറ്റു. വണ്ടി എടുത്ത് ഒന്ന് മൂവ് ചെയ്ത് തുടങ്ങിയപ്പോൾ വീണ്ടും മഴ പെയ്തു തുടങ്ങി. ഈ മഴ പെയ്തു തുടങ്ങിയപ്പോൾ എൻ്റെ ഹെൽമെറ്റിൻ്റെ ഗ്ലാസ് പകുതി ഓപ്പണാണ്. അപ്പോൾ ഈ ഗ്ലാസിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ വെള്ളം തെറിക്കണ കാരണം നമ്മുടെ കണ്ണിങ്ങനെ മങ്ങിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് ഞാൻ ഒരു 10 സെക്കൻഡ് ഞാനൊരു കാഴ്ച കണ്ടുള്ളൂ. പെട്ടെന്ന് ഞാൻ കാണുന്നത് ഒരു ഭയങ്കര ഒരു ഹൈറ്റിൽ ഒരു മനുഷ്യൻ്റെ വെള്ളം ഇങ്ങനെ തിളങ്ങുന്ന ഒരു മനുഷ്യൻ്റെ രൂപം. അതുപോലെ തൂവലിങ്ങനെ അടുക്കി വെച്ചേക്കണം 2 ചിറക്. ഈ ചിറക് ഇങ്ങനെ പുറകിലേക്ക് അടിക്കും. ഇതിൽ നിന്നാണ് വെള്ളം എൻ്റെ മുഖത്തേക്ക് വരുന്നത്. പിന്നെ ഇങ്ങനെ ഒരു വെള്ള വലയം എൻ്റെ സൈഡിൽ പോയി. ഞാൻ നോക്കുന്ന സമയത്ത് ഇതേ രൂപം എൻ്റെ 2 സൈഡിലും അത് ഞാൻ നോക്കുന്ന സ്ഥലത്തേക്ക് ഈ രൂപമുണ്ട്. പെട്ടെന്ന് എനിക്ക് പേടിയായി. കാരണം ഇതും ആദ്യത്തെ അനുഭവം കാരണം ഇത് വല്ല പ്രേതമാണോ എന്നൊക്കെ ഞാൻ പേടിച്ചു. അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് വേഗം കുളി കഴിഞ്ഞാൽ എനിക്കൊരു പ്രാർത്ഥനാ മുറിയുണ്ട്. ഞാൻ അവിടെ കയറിയിരുന്ന് അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് അന്നാണ് സങ്കീർത്തനം 91 ഞാൻ വളരെ ഉള്ളി തട്ടിക്കൊണ്ട് ഞാൻ വായിക്കണത്. ശരിക്കും അന്നാണ് ആ വചനഭാഗം എനിക്ക് ശരിക്കും കിട്ടുന്നത്. അന്ന് എനിക്ക് 2 വചനങ്ങളാണ് കിട്ടിയത്. ഒന്നാമത്തെ വചനം, ദൈവഭക്തരുടെ ചുറ്റും കർത്താവിൻ്റെ ദൂതന്മാർ പാളയമടിച്ച് സംരക്ഷിക്കുന്നു. രണ്ടാമത് കിട്ടിയൊരു വചനമാണ് സങ്കീർത്തനം 90, നിൻ്റെ വഴിയിൽ നിന്നെ കാത്തുപാലിക്കാൻ ഞാൻ എൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. ഈ 2 വചനം കിട്ടിയപ്പോഴാണ് ദൈവത്തിൻ്റെ സംരക്ഷണത്തെക്കുറിച്ച് എനിക്ക് മനസ്സിലായത്. അത്രയും നാളെ എനിക്ക് അതായത് മാലാഖമാരൊക്കെ ഉണ്ടെന്ന് പറയുന്നെങ്കിൽ നമ്മൾ കണ്ടിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ എനിക്ക് വലിയ ഫെയ്ത്തില്ലായിരുന്നു. പക്ഷെ അന്ന് ദൈവം സംരക്ഷിക്കുന്നുണ്ട് ഒത്തിരിയധികം. അതായത് പോയിന്ന് ഞാൻ കണ്ടെടുത്തു നിന്നാണ് തമ്പുരാൻ എന്നെ രക്ഷിച്ചുകൊണ്ട് വന്നത്. അന്നാണ് സങ്കീർത്തനം 91 ദൈവത്തിൻ്റെ സംരക്ഷണം അത് ഞാൻ ആദ്യമായിട്ട് കണ്ടത്. പിന്നീട് സങ്കീർത്തനം 91 ഞാനൊരു പാട്ടൊക്കെ മാറ്റി. അത് ഞങ്ങളിങ്ങനെ ജീസസ് യൂത്തിൻ്റെ ഒരു പ്രോഗ്രാമൊക്കെ വരുമ്പോൾ ഞങ്ങളെ ഇടയ്ക്കിട്ട് പാടും. അങ്ങനെ ആയിരുന്നു എനിക്ക് ദൈവത്തിൻ്റെ സംരക്ഷണം അടുത്തൊരു വചനത്തിലൂടെ അനുഭവം തന്നാണ്. നിന്നെ ഞാൻ സംരക്ഷിക്കുന്നുണ്ട് തമ്പുരാൻ എന്നെ പഠിപ്പിച്ചത്. എല്ലാം പ്രൂഫിൽ കൂടെയാണ് തരുന്നത്. നമ്മള് നീ എന്താണോ ആഗ്രഹിക്കുന്നത് ആ രീതിയിലാണ് നിനക്കെല്ലാം വെളിപ്പെടുത്തുന്നത് അല്ലേ. ഇപ്പൊ ഡാൻസിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, കുറെ കാര്യങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ നമ്മൾ കേട്ടു. ഇന്ന് അത് എങ്ങനെ മുമ്പോട്ട് വയ്ക്കുന്നു? ഞാൻ ലോകത്തിന് വേണ്ടിയായിരുന്നു ആദ്യം കളിച്ചിരുന്നത്. അത് സ്വന്തം പേര് കുറച്ചുകൂടി വർദ്ധിപ്പിക്കാൻ, മറ്റുള്ളവരുടെ മുമ്പിൽ ഷോ ചെയ്യാൻ, എനിക്ക് അതിനോടൊക്കെ ഒരു താല്പര്യം. ഈ ഓരോ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞാൽ ഓരോ പെൺപിള്ളേരൊക്കെ നമ്മുടെ അടുത്ത് വരും, നമുക്കൊരു ഫോളോവേഴ്സ് കൂടും, ഇൻസ്റ്റാഗ്രാമിൽ സെൽഫി എടുക്കും, അവർ നമ്മുടെ അക്കൗണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ഒത്തിരി പേര് അറിയാവുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര അഹങ്കാരമായിരുന്നു സത്യം പറയാലോ ഡാൻസിനോട്. പക്ഷേ ഇത് മനസ്സിലാക്കിയപ്പോഴേ ഞാനൊന്നുമല്ല എന്നുള്ളൊരു ചിന്തപ്പാട് എനിക്ക് മനസ്സിലായി. ഞാനൊന്നുമല്ല, ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് തമ്പുരാൻ തന്നല്ലാതെ ഒന്നും എനിക്കില്ല. പിന്നെ അത് മാത്രം എൻ്റെ ജീവിതം, ഞാൻ വന്ന വഴികളൊക്കെ എനിക്കറിയാം. അതായത് ഒരു ഇതിൽ പറയുകയാണെങ്കിലേ
ഈ കരിക്കട്ടയെ വജ്രമാക്കി മാറ്റാൻ തമ്പുരാൻ്റെ കരങ്ങൾക്ക് കഴിവുണ്ട്. ഈ കരത്തിലാണ് ഞാൻ വന്ന് പെട്ടതെന്നും. വജ്രമാണ് കരിക്കട്ടയല്ലെന്ന്. കരിക്കട്ടയായിരുന്നു ആദ്യം, പക്ഷേ ഇന്ന് ഞാനിപ്പോൾ വജ്രമാണ്. അത് തമ്പുരാൻ്റെ കരങ്ങളിൽ വന്നപ്പോൾ ഈശോ പിടിച്ചാക്കിയതാണ്. അപ്പോൾ അത്രയും അങ്ങനെ ചെയ്യാൻ കഴിവുള്ള ഒരു കരങ്ങളിലാണ് ഞാനുള്ളതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ തമ്പുരാൻ്റെ കൃപ. ഞാൻ ഈ ഡാൻസൊക്കെ ഞാൻ ഫീൽഡ് വിട്ടു. ഇന്ന് ഞാൻ ചെയ്യുന്നുണ്ട്. ഞാനിന്ന് ജീസസ് യൂത്തിൻ്റെ അംഗമാണ്. ഇരിങ്ങാലക്കുട സബ് സോണിൻ്റെ തിയേറ്റർ മിനിസ്റ്ററുടെ കൊറിയോഗ്രാഫറാണ്. ഞാനൊന്ന് ഡാൻസ് കളിക്കുന്നുണ്ട് ഈശോയുടെ പാട്ടുകൾക്ക് വേണ്ടി മാത്രം. കമ്പോസ് ചെയ്യുന്നുണ്ട് ഈശോയുടെ പാട്ടുകൾ മാത്രം. അതുപോലെ തന്നെ എൻ്റെ അമ്മ ചെറിയൊരു അത്യാവശ്യം നന്നായിട്ട് കുഴപ്പമില്ലാതെ പാടും. അതുപോലെ തന്നെ എനിക്കും ചെറുതായിട്ടൊക്കെ പാടാനുള്ള കഴിവ് തമ്പുരാൻ തന്നിട്ടുണ്ട്. ഞാൻ പാടുന്നുണ്ട്, അതും കർത്താവിന് വേണ്ടി മാത്രം, കർത്താവിൻ്റെ പാട്ടുകൾ മാത്രം. അതുപോലെ എനിക്ക് ആരാധന നയിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഞാനൊരു കാലത്ത് വിക്കനായിരുന്നു സിസ്റ്റർ. തമ്പുരാൻ്റെ വചനം നാവിൽ വന്നപ്പോഴാണ്, നിൻ്റെ നാവിൽ എൻ്റെ വചനം നിക്ഷേപിക്കുന്നു എന്നൊരു വചനം ജീവിതത്തിൽ ആദ്യം കിട്ടിയ വചനം. ഇത് കണ്ടപ്പോൾ ഇത് കിട്ടി, ഇത് ഞാൻ വായിച്ചപ്പോഴാണ് എൻ്റെ വിക്ക് പോയത്. അപ്പോൾ അത് തന്നതും തമ്പുരാൻ്റെ കൃപയാണ്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ തമ്പുരാൻ്റെ കൃപകളെ മനസ്സിലാക്കിയപ്പോൾ തന്നെ അന്ന് ഞാൻ തീരുമാനിച്ചാണ്, ഇനി എൻ്റെ ജീവിതം, എൻ്റെ താലന്തുകൾ എനിക്ക് തന്നിട്ടുണ്ട്, ഇത് ഞാൻ കർത്താവിന് വേണ്ടി മാത്രമേ ഞാൻ ഉപയോഗിക്കുള്ളൂ. ഇനി അടുത്തൊരു കാര്യം കൂടി ചോദിക്കാൻ പോവാം. ഇതൊക്കെ നമ്മൾ കേട്ടു അല്ലേ, ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു, മഹാചീത്തയായ ഒരു കൂട്ടുകെട്ട്, കുറെ ലഹരി വസ്തുക്കള്, എന്നിട്ട് അവിടെ പിടിച്ചൊന്ന് നന്നായി കുലുക്കി കർത്താവ്, പിന്നെ സ്വന്തം കൺട്രോൾ എടുത്ത് മാറ്റി, എന്നിട്ട് ദൈവം വചനത്തിന്റെ ലഹരി തോന്നും അല്ലേ. ഇപ്പോ ക്രിസ്റ്റി ഈ ദിവസങ്ങളിൽ ക്രിസ്റ്റി ഒളിച്ചു വെക്കുന്ന ഒരു കാര്യമുണ്ട്. പുതിയൊരു ചുവട് ഇപ്പോൾ ഇത്ര നാള് സ്റ്റേജിൽ വല്ലാതെ ചുവട് വെച്ചിരുന്ന വ്യക്തി ആളുടെ ചുവടുകൾ ഇനി വെക്കാൻ ആഗ്രഹിക്കുന്നത് വേറൊരു സ്ഥലത്തേക്കാണ്. വേറൊരു പടവ് കയറാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അത് ഒന്ന് ഇവിടെ വെളിപ്പെടുത്താം. അതായത് ഇത്രയും കാലം ഞാൻ എന്നെ തന്നെയാണ് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ വളർച്ച, എൻ്റെ കാര്യങ്ങൾ മാത്രം പ്രൊമോട്ട് ചെയ്തിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ അങ്ങനെയല്ല. ഇത്രയും കാലം ഞാൻ എനിക്ക് വേണ്ടി ജീവിച്ചു. പക്ഷേ ഇനി അങ്ങനെയുള്ള ജീവിതം കർത്താവിന് വേണ്ടിയാണ്. ഞാനൊരു അടുത്ത ദിവസങ്ങളിൽ തന്നെ സെമിനാരി പോകാനുള്ള ഒരുക്കങ്ങളിലാണ്. അതിൻ്റെ ഏകദേശമൊക്കെ പൂർത്തിയായി. ഒരു വൈദികനായി തീരണം എന്നാണ് എൻ്റെ ആഗ്രഹം. വൈദികനായിട്ട് കർത്താവിന് വേണ്ടി സുവിശേഷം പ്രഘോഷിക്കണം, ലോകമെമ്പാടും പോയി സുവിശേഷം പ്രഘോഷിക്കണം. എൻ്റെ ഈ അനുഭവം, ഞാൻ അറിഞ്ഞ കർത്താവിനെ എനിക്ക് ലോകത്തിന് മുഴുവൻ പറയണം. ഒത്തിരി അധികം ആൾക്കാരിലേക്ക് എനിക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഒത്തിരി അധികം ആൾക്കാരുടെ ജീവിതത്തിലേക്ക് ഒരു ഉപകരണമാക്കി തമ്പുരാൻ എന്നെ മാറ്റുന്നുണ്ടെങ്കിൽ എനിക്ക് ഇനി തമ്പുരാൻ എന്നെക്കുറിച്ച് പദ്ധതികളുണ്ടാവും. ഞാൻ ആ പദ്ധതിയിലേക്ക്, ഈശോയുടെ ഹിതത്തിലേക്ക് എന്നെ തന്നെ വിട്ടുകൊടുത്തേക്കാണ്. ഇനി ഇതിൽ കൂടുതൽ എനിക്കൊന്നുമില്ല. ഇനി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ തമ്പുരാന് വേണ്ടി. അങ്ങനെ ഇനി നിങ്ങൾക്ക് എന്താണ് കൂട്ടിച്ചേർക്കാനുള്ളത് ഇതിനോടൊപ്പം? കൂട്ടുകാരെന്ന നിലയ്ക്ക് ഫുൾ സപ്പോർട്ടാണോ? ഒന്നുമില്ല, ഭയങ്കര സപ്പോർട്ടാ. അതായത് സെമിനാരി പോയിട്ടില്ല, പക്ഷെ എന്നാലും ഇവരെന്നെ ക്രിസ്റ്റിയച്ച അങ്ങനെ വിളിക്കുള്ളൂ. ദേ അച്ഛൻ കുഞ്ഞ്, ദേ അച്ഛൻ പെണ്ണ്, അങ്ങനെ വിളിക്കുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ ഈ അഡോറേഷനൊക്കെ ചെയ്യുന്ന സമയത്ത് എൻ്റെ വികാരി അച്ഛൻ സെബാസ്റ്റ്യൻ അച്ഛൻ ഭയങ്കര സപ്പോർട്ടാണ്. അച്ഛൻ തുടക്കിട്ടതിന് അച്ഛൻ മാറിയേക്കും. അതുപോലെ തന്നെ ജീസസ് യൂത്തിലേക്ക് പിടിച്ച് കയറ്റിയത് അച്ഛൻ ഒരു ജോസഫ് തൊഴുത്തുങ്കൽ, 3 മുറി പള്ളിയുടെ കൊച്ചച്ഛനാണ്. അതുപോലെ തന്നെ നയിച്ചത് ഇരിങ്ങാലക്കുട പോലെ കൊച്ചച്ഛൻ, ഫാദർ ഗ്ലിഡിൻ പഞ്ഞിക്കാരൻ. ഇപ്പം നയിച്ചുകൊണ്ടിരിക്കുന്നത് എഡ്വിൻ അച്ഛൻ, ഞങ്ങളുടെ കൊച്ചച്ഛൻ. എല്ലാ അച്ഛന്മാരുടെ കൈകളിൽ പിടിച്ചാണ് ഞാനിങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വൈദിക പഠനം, അവരുടെ ഉടുപ്പ്, അവരുടെ ജീവിത രീതി ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര സപ്പോർട്ടാണ്. ഉമ്മാരൊക്കെ കട്ടക്കുണ്ട് കൂടെ. ക്രിസ്റ്റിയെ, അപ്പോൾ ഇതൊരു വലിയ സിനിമയ്ക്കുള്ള കഥയുണ്ട് അല്ലേ? ഇന്നത്തെ ജനറേഷനിൽ ഒരുപാട് പേര് ഈ പറഞ്ഞ പോലെ മുൻപ് ക്രിസ്റ്റി ജീവിച്ച പോലെ പല ലോകത്തിൻ്റെതായ പല മാർഗങ്ങൾ കൂടെ തിരിച്ചു പോയിട്ടുള്ള ആൾക്കാരാണ്, തിരിഞ്ഞു പോയിട്ടുള്ളത്. ഇവരൊക്കെ ഏതെങ്കിലും രീതിയിൽ സാറ്റിസ്ഫൈ ആകാൻ ശ്രമിക്കുന്നവരാണ്. അവരോട് ഇപ്പോൾ എന്ത് പറയാനായിരിക്കും ക്രിസ്റ്റി ആഗ്രഹിക്കുക? ഞാൻ അവരോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം ലോകത്തിൻ്റെ ലഹരിയിലായിരുന്നു. അതായത് ഒരു യുവാവ് കടന്നു പോകാൻ സാധ്യതയുള്ള എല്ലാ പാപത്തിൻ്റെ മേഖലയിൽ കൂടി കടന്നുപോയ ആളാണ് ഞാൻ. പക്ഷേ ഒന്നും തന്നെ എന്നെ സംതൃപ്തനാക്കിയില്ല. അതാണ് സത്യം. അവസാനം എന്നെ കൊണ്ട് എത്തിച്ചത്, അതായത് എൻ്റെ മരണത്തിൻ്റെ വക്കത്താണ് കൊണ്ടെത്തിച്ച്. കയ്യിൽ ബ്ലേഡ് എടുത്ത് ഞരമ്പ് കട്ടിയേണ്ട അവസ്ഥയിലാണ് ഞാൻ നിന്നത്. അങ്ങനെ എൻ്റെ ജീവിതം ഞാൻ മടുത്ത് അവസാനിപ്പിച്ചിടത്ത് നിന്നാണ് തമ്പുരാൻ തട്ടി മാറ്റി തമ്പുരാൻ്റെ പ്രവൃത്തി തുടങ്ങിയത്. ഇന്ന് ഞാൻ സംതൃപ്തനാണ്. കാരണം ഇന്ന് എൻ്റെ അഡിക്ഷൻ എന്ന് പറയുന്നത് ഈശോയാണ്, എൻ്റെ ലഹരി എന്ന് പറയുന്നത് വചനമാണ്. ഇന്ന് എനിക്ക് തോന്നുന്നു ഈ ലോകത്തിൽ ഈ അവസ്ഥയിൽ കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒത്തിരി അധികം എന്താ പറയുക യൂത്തുണ്ട്, യുവതി യുവാക്കന്മാരുണ്ട്. അവർക്കിതിനെ അറിഞ്ഞുകൂടാ. അവർക്ക് ഈ അതായത് ഈ സംതൃപ്തി എന്താണെന്ന് അവർക്ക് അറിയില്ല. ഇത് അവരെ അറിയിക്കണം. അതായത് ലോകത്തിൻ്റെതിലല്ല പൂർണ്ണത, ഇതിലാണ് പൂർണ്ണത. ശരിക്കും ഇതെനിക്ക് അവർക്ക് കൊടുക്കാൻ പറ്റണം. ഇത് കൊടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇങ്ങനൊരു തീരുമാനം എടുത്തതും. എൻ്റെ ആഗ്രഹം അത് തന്നെയാണ്. അവർക്ക് പറഞ്ഞു കൊടുക്കണം, ഇതല്ല, ഇതാണ്. ഇന്ന് എൻ്റെ ലൈഫിൽ ഞാൻ സംതൃപ്തനാണ്, അടിപൊളിയാണ് മൊത്തത്തിൽ.
ഇനി അടിച്ചു പൊളിക്കാനാണ് കർത്താവിൻ്റെ കൂടെ അടിച്ചു വിളിക്കാം. ഓക്കെ. ദൈവവിളി എന്ന് പറയുന്നത് അത് ദൈവത്തിൻ്റെ ദാനമാണ്. നമ്മളെങ്ങനെയായിരുന്നു അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള പ്രാപ്തിയുണ്ടോ എന്നൊന്നും ഇതിൽ ഒരു വിഷയമല്ല. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ക്രിസ്റ്റിയുടെ ജീവിതം, ക്രിസ്റ്റിയുടെ ദൈവവിളി തന്നെ. ഇനിയുള്ള ജീവിതകാലം മൊത്തം യേശു എന്ന ലഹരിയിൽ പൂർണ്ണമായി ആഴ്ന്നിറങ്ങിക്കൊണ്ട് ഒരുപാട് പേർക്ക് വചനം എത്തിക്കാനായിട്ട് ക്രിസ്റ്റിക്ക് സാധിക്കട്ടെ. ക്രിസ്റ്റിയോടുള്ള ഞങ്ങളുടെ ഒരേ ഒരു വാക്ക് മാത്രമാണ്, ഒരുപാട് അറിയപ്പെടുന്ന ഒരു വൈദികനാകുന്നതിനേക്കാൾ ഒരുപാട് വിശുദ്ധിയുള്ള ഒരു വൈദികനായി തീരാൻ ശ്രമിക്കുക. അപ്പോൾ ഒരുപാട് വ്യക്തികളെ, ഒരുപാട് യുവജനങ്ങളെ ഈശോയിലേക്ക് അടുപ്പിക്കാനായിട്ട് ക്രിസ്റ്റിക്ക് സാധിക്കട്ടെ. എല്ലാവിധ പ്രാർത്ഥന ആശംസകളും സ്നേഹാശംസകളും നേരുന്നു. ഇതുപോലെ തന്നെ ഈശോയുടെ ലഹരി തിരിച്ചറിഞ്ഞ മറ്റൊരു വ്യക്തിത്വവുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. അതുവരെ നന്ദി.